ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാസ്തയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പാസ്ത പെന്ന പാസ്തയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം മക്രോണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസിലി അവൈലബിൾ ആണ് നാട്ടിൽ. അപ്പം ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പാസ്തയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ വൈറ്റ് സോസ് പാസ്തയിലേക്ക് കോട്ടാകാണ്ട് വരും. അപ്പോൾ ഒരു 1 ടീസ്പൂൺ വരെയും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം. പാസ്ത നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട, ഒരു 80% വരെ കുക്ക് ചെയ്താൽ മതി. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാവരുത്. അതായത് ജസ്റ്റ് ഒരു ഹാർഡ്നെസ്, അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഹാർഡ്നെസ് വേണം. ആ ഒരു രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഡ്രൈൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജീസ് റെഡിയാക്കാം. അപ്പോൾ ഏത് വെജീസ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ക്യാരറ്റ്, മഷ്റൂം, പിന്നെ നമുക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇറ്റാലിയൻ ഡിഷിൽ മെയിനായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആ ഒരു ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് വെജീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ചതച്ചിടുന്നതിലും നല്ലത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത്. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് സോട്ട് ആയതിനു ശേഷം മാത്രം നമുക്ക് വെജീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം വെജിറ്റബിൾ ഒക്കെ എന്ന് പറയണത് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അത് എമൗണ്ടും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാസ്തയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സിലൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് അവർ കഴിച്ചു പോയിക്കോളും. അപ്പോൾ ഇവിടെ മോനൊക്കെ ആണെങ്കിലും ഒരുപാട് വെജിറ്റബിൾ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. അത് എമൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വെജിറ്റബിൾ ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നമ്മളുടെ മക്കൾക്ക് എത്രമാത്രം എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെജിറ്റബിൾസ് ഓവർ കുക്കായി പോവണ്ട. ഒരു മീഡിയം രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വൈറ്റ് സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയുടെയും ബട്ടറിൻ്റെയും റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. 3 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ കറക്റ്റായിട്ട് വേണം. എന്നാലാണ് കറക്റ്റായിട്ട് ആ മൈദ ഇങ്ങനെ കുക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. മൈദ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മൈദയുടെ ആ ഒരു റോ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് കുക്കായൊന്ന് അറിയാനായിട്ട് അതിങ്ങനെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരുന്ന പോലെ വരും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് മൈദ കുക്കായെന്ന് നമുക്ക് മനസ്സിലാവണേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളറിനും ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്യുക. പിന്നെ മൈദ നമ്മൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിച്ചൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം മൈദ ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലിപ്പോൾ 2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ചേർക്കാതെ കൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് വരണം. ഒരുപാട് കട്ടകളൊന്നും പിടിക്കരുത്. കട്ടകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയായിട്ട് നമ്മൾ വൈറ്റ് സോസ് പാസ്തയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കട്ടകൾ പിടിക്കാതെ കൊണ്ട് അത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം.
ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 കപ്പ് പാസ്തയാണ്. അപ്പോൾ ഈ 2 കപ്പ് പാസ്തയ്ക്ക് ഉള്ള എമൗണ്ട് ആണ്. അതായത് നമ്മളുടെ പാസ്തയിലേക്ക് ഈ വൈറ്റ് സോസ് നന്നായിട്ട് കോട്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് ബട്ടറും അതുപോലെ ബട്ടറിൻ്റെ എമൗണ്ട് പറഞ്ഞായിരുന്നു. ബട്ടറും മൈദയും അതുപോലെ 3 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ 2 കപ്പ് പാല്. ഇത് നമ്മൾ ആ കറക്റ്റ് റേഷ്യോയിൽ തന്നെ നമ്മൾ ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അപ്പോൾ പാസ്തയിലേക്ക് ഈ വൈറ്റ് സോസ് നന്നായിട്ട് അത് കോട്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒരു വിസ്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ലംസ് ഒന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് പാല് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാല് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 ബാച്ചായിട്ടാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങനെ ലംസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ സോസ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സ്പൈസസ് ആണ്. ഒന്നെങ്കിൽ അതായത് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഞാൻ ചേർക്കുന്നുണ്ട്. ഒറിഗാനോ 1 ടീസ്പൂണോളം ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഒറിഗാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പനിക്കൂർക്കയാണ് ഈ ഒറിഗാനോ എന്ന് പറയണത്. പിന്നെ അതുപോലെ തന്നെ ബാസിലാണ് പിന്നെ ഞാൻ ചേർക്കുന്നത്. ബാസിലും ഇതുപോലെ 1 ടീസ്പൂൺ വരെ ബാസിലും ചേർക്കുന്നുണ്ട്. ബാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമതുളസിക്കാണ് ബാസിൽ എന്ന് പറയണത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പെപ്പറാണ്. പെപ്പർ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെപ്പറാണ് ചേർക്കുന്നത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്ക് ഉള്ളത് കാരണമാണ് ബ്ലാക്ക് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വരെ ക്രഷ്ഡ് ചില്ലീസും കൂടെയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ആ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് ആ ഒറിഗാനോയുടെയും ബാസിലിൻ്റെയൊക്കെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ആ സോസിലേക്കാണെങ്കിലും പിടിക്കത്തുള്ളൂ. പിന്നെ വൈറ്റ് സോസ് റെഡിയാക്കുന്ന ടൈമിൽ നമ്മൾ തീ ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അടി പിടിക്കും. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷീറ്റ് ചീസാണ്. 3 ഷീറ്റ് ചീസ് വരെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ പ്രത്യേകം ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചീസിനകത്ത് ഓൾറെഡി സോൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെയായിട്ടും സോസിലേക്ക് സോൾട്ട് ഞാൻ ചേർത്തിട്ടില്ല. കാരണം ചീസും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മതി നമ്മൾ സോൾട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബട്ടറിനകത്തും സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിലും ഉപ്പുണ്ടാവും. പിന്നെ ചീസിലും കൂടെ ഉപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും ഓവറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത നമ്മൾ 80% വരെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി ഇതിൽ കിടന്നങ്ങ് കുക്കായിക്കോളും. പിന്നെ പാസ്തയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ഒരു പ്ലെയിൻ ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ സോസാണ് ഈ പാസ്തയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് സോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെയും അത് ഓവർ കുക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് ആ കളറുമൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മളുടെ വൈറ്റ് സോസൊക്കെ ഇവിടെ നന്നായിട്ട് പാസ്തയിലേക്ക് നന്നായിട്ട് ഇത് കോട്ടായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ചേർക്കാം. പിന്നെ ചിക്കനൊക്കെ ചേർക്കുമ്പോൾ അങ്ങ് മുളക് പൊടിയൊന്നും ഇട്ട് മാരിനേറ്റ് ചെയ്യരുത്. പെപ്പറും സോൾട്ടും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓയിലിൽ സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. പിന്നെ ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.